പെൺവാണിഭം, അഴിമതി, സ്വജനപക്ഷപാതം തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദന്റെ പോരാട്ടത്തിൽ പങ്കാളികളായി ചേർന്നിരിക്കുന്ന 4 സംഘം നിരവധി തട്ടിപ്പ് കേസുകളിലെ പ്രതികളാണെന്ന ആക്ഷേപമുയരുന്നു. CPM പാർട്ടി സമ്മേളനങ്ങൾ അടുത്തതോടെയാണ് വി.എസ്. അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെ അപ്പസ്തോലനായി വീണ്ടും അവതരിച്ചു തുടങ്ങിയത്. പാർട്ടിക്കുള്ളിലെ ശത്രുക്കളെ ഒതുക്കുവാനും ഭരണപക്ഷത്തെ തുറന്നുകാട്ടാനുമായി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളുടെ മുഖ്യ പ്രായോജകരായ കെ.എ. റൌഫ്, N.K. അബ്ദുൾ അസീസ്, കംപ്ലൈന്റ് കുമാർ, V.A. അരുൺകുമാർ എന്നിവർ വിശ്വാസവഞ്ചന, ചതി, തട്ടിപ്പ്, വ്യാജരേഖ ചമയ്ക്കൽ, ലോട്ടറി തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിലെ പ്രതികളാണ്. കഴിഞ്ഞ ദിവസം തൃശൂർ രാമനിലയത്തിൽ റൌഫും അബ്ദുൾ അസീസും വി.എസിനെ സന്ദർശിച്ചിരുന്നു. ഐസ്ക്രീം പെൺവാണിഭ കേസ്, മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള വിജിലൻസ് കേസ്, ചില മന്ത്രിമാരുടെ അഴിമതികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് റൌഫും അസീസും വന്നതെന്നാണ് വി.എസ്. മാധ്യമങ്ങളോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വി.എസിന്റെ ഔദ്യോഗിക വസതിയിലെ സന്ദർശകനായിരുന്നു റൌഫ്. ഐസ്ക്രീം പെൺവാണിഭ കേസ് അട്ടിമറിക്കാൻ ഒത്താശകൾ ചെയ്തു കൊടുത്തത് താനാണെന്ന് സ്വയം ഏറ്റുപറഞ്ഞ റൌഫാണ് വി.എസിന്റെ പുതിയ വിശ്വസ്തൻ. വ്യാജരേഖ ചമച്ച കേസിലെ പ്രതിയും നാഷണൽ സെക്യുലർ കോൺഫറൻസ് സെക്രട്ടറി അബ്ദുൾ അസീസും വി.എസിനൊപ്പം കൂടിയിട്ടുണ്ട്. കോടതി ദല്ലാളെന്ന് പരക്കെ അറിയപ്പെടുന്ന നന്ദകുമാറാണ് വി.എസിന്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിലെ മറ്റൊരു മുഖ്യ പടയാളി. ഇയാളുമായുള്ള ബന്ധത്തെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടും വി.എസ്. മൌനം പാലിക്കുന്നതും ശ്രദ്ധേയമാണ്. അനധികൃത സമ്പാദനത്തിന് ഒരു വിജിലൻസ് കേസും വ്യാജരേഖ ചമച്ചതിന് ക്രൈംബ്രാഞ്ച് കേസും ഇയാൾക്കെതിരെ നിലവിലുണ്ട്. അച്യുതാനന്ദന്റെ അപദാനങ്ങൾ സദാസമയം വാഴ്ത്തിപ്പാടുന്ന മാധ്യമ സിൻഡിക്കേറ്റുകൾ പുതിയ പുണ്യാളന്മാരെ കുറിച്ച് മൌനം പാലിക്കുകയാണ്. വി.എസിന്റെ മകൻ V.A. അരുൺകുമാർ നിരവധി അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണ്. ലോട്ടറി ഇടപാടിൽ CBI അന്വേഷണ പരിധിയിൽ അരുണും ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഭരണകാലത്ത് നടന്ന പല ക്രമക്കേടുകളിലും അരുണിന്റെ ഇടപെടലുകൾ ആരോപണ വിധേയമായിട്ടുണ്ട്. വ്യാജസ്വാമിയും പെൺവാണിഭ കേസിൽ ജീവപര്യന്തം തടവനുഭവിക്കുന്ന സന്തോഷ് മാധവനിൽ നിന്നും അരുൺകുമാർ 80 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അച്യുതാനന്ദന്റെ പോരാട്ടങ്ങളിലെ മുഖ്യ തേരാളിയും പോരാളിയും അരുൺകുമാറാണ്. PhD രജിസ്ട്രേഷന് അരുൺകുമാർ വ്യാജരേഖകൾ ഹാജരാക്കിയതും വിവാദമായിരുന്നു. താൻ അഴിമതി വിരുദ്ധനും മറ്റുള്ളവർ അഴിമതിക്കാരാണെന്നും സ്ഥാപിക്കാനുള്ള വി.എസിന്റെ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നവർ കളങ്കിതരാണെന്ന കാര്യം അദ്ദേഹം സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു.